ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാണ്. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിലും കൂടുതലായി. ഞാൻ ആ 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യാം. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുവിധം കണ്ടൻസ് ഇഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. പിന്നെ എനിക്ക് അത്യാവശ്യം സമയമുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ആസ് സച്ച് വലിയ ഡ്യൂട്ടീസൊന്നുമില്ല. അപ്പോൾ ഇതിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ കണ്ടൻസ് നന്നായി കഴിഞ്ഞാൽ തന്നെ എൻ്റെ കണ്ടൻസ് അത്ര മികച്ചതാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പലതും ഫ്ലോപ്പ് ആവാറുണ്ട്. എന്നാലും ഒരു വന്ന് നോക്കിയാൽ ഇഷ്ടപ്പെടും എന്നുള്ള കണ്ടൻസ് ഉണ്ടെങ്കിൽ അവർ ചിലരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് 1000-ലധികം സബ്സ്ക്രൈബർ ആയത്. പിന്നെ ഞാൻ കൂടുതൽ ഷോർട്സാണ് ചെയ്തിരിക്കുന്നത്. ഷോർട്സ് സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഷോർട്സ് കൂടുതലിട്ടത്. അല്ലാതെ എൻ്റെ ക്രിയേറ്റിവിറ്റി അത്രത്തോളം അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരാനല്ല. പിന്നെ വാച്ചിങ്, അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്സ് എപ്പോഴൊക്കെ വാച്ച്ഡ് ആവും എന്നുള്ളതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. കാരണം ഞാൻ ഒരുവിധം എന്നെ കൊണ്ടാവുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു 3 സമയമുണ്ട്. അതായത് ഡെയിലി ആണെങ്കിൽ ഒരു 5 മണിക്ക് ശേഷം, അതൊരു 7 മണിക്ക് ശേഷം, അല്ലെങ്കിൽ അറൗണ്ട് 7 o'clock, പിന്നെ പാതിരാത്രി എന്ന് വെച്ചാൽ ആഫ്റ്റർ 10. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ മനുഷ്യർ എല്ലാ ടൈം സോണിലും ജീവിക്കുന്നുണ്ട്. പലതരം ആൾക്കാർ പല നേരത്താണ് കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ പല നേരത്താണ് യൂട്യൂബ് കാണുന്നത്. പിന്നെ അപ്പോൾ ഏത് സമയമെന്നില്ല. ചിലപ്പോൾ ലക്കിൽ കുറേ വ്യൂസ് കിട്ടും. കണ്ടൻറ്റ് എന്തായാലും നന്നായിരിക്കണം, അല്ലാതെ നമുക്ക് വ്യൂസൊന്നും കിട്ടില്ല. അത് എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയതാണ്. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 5 മാസം മുന്നെയാണ്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊല്ലങ്ങളോളമായിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. എനിക്ക് ഇൻ്റർനെറ്റ് പേടിയായിരുന്ന ഒരാളാണ്. തുടക്കത്തിൽ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യും ഫോണിൽ, അപ്പം തന്നെ ക്ലോസ് ചെയ്യും. അങ്ങനെ പേടിച്ചിട്ട് വന്ന ഒരാളാണ് ഞാൻ. പിന്നെന്താ, നിങ്ങൾക്ക് ഞാനിനി യൂട്യൂബിനെ കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്തരം വീഡിയോസായിരിക്കും ഞാൻ ഇനി വാച്ച് ചെയ്യുക. എന്നിട്ട് ഞാൻ എന്തെങ്കിലും കണ്ടെത്തിയാൽ നിങ്ങളോട് പറഞ്ഞു തരാം. പിന്നെ വ്യൂസ് കുറയാൻ വേറൊരു കാരണമുണ്ട്. ഇപ്പോൾ പുറത്ത് ഒരു മെയിനായിട്ടൊരു സപ്പോസ് പ്ലെയിൻ ക്രഷ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അതിൻ്റെ പിറകിലായിരിക്കും, വാർത്തകൾ അറിയാനും മറ്റുമൊക്കെ ആയിരിക്കും. പിന്നെ കൂടുതൽ വ്യൂസ് കിട്ടുന്ന ദിവസമുണ്ട്. ഇപ്പോൾ പിറ്റത്തെ ദിവസം ഹോളിഡേ ആണ്, അങ്ങനെയാണെങ്കിൽ തലേന്ന് കൂടുതൽ വ്യൂസ് കിട്ടും നിങ്ങളുടെ കണ്ടൻറ്റ് ഒരുവിധം നന്നായാൽ തന്നെ. പിന്നെ വെള്ളിയാഴ്ച രാത്രി നല്ല വ്യൂസ് കിട്ടും. അപ്പോൾ അന്ന് നിങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെങ്കിൽ വെള്ളിയാഴ്ച രാത്രി പോസ്റ്റ് ചെയ്യും, ഒരു 7 മണിക്ക് ശേഷം. അപ്പോൾ നന്നായി അത് ആൾക്കാരുടെ മുന്നിലേക്ക് എത്തും. കാരണം ആൾക്കാർ യൂട്യൂബ് കാണുന്നുണ്ടാവും. പിന്നെ ഞായറാഴ്ച രാത്രി കാര്യമായിട്ട് വ്യൂ ഒന്നും ഉണ്ടാവില്ല. എനിക്കവിടെ മിക്കവാറും ഒരുവിധ ആൾക്കാരും ഞായറാഴ്ച രാത്രി പിറ്റത്തെ ദിവസത്തെ വർക്കിന് വേണ്ടിയിട്ട് അവർ നേരത്തെ കിടന്നുറങ്ങുന്നുണ്ടാവും. അതായിരിക്കാം കാണാത്തത്. അല്ലെങ്കിൽ ഞായറാഴ്ച അവരുടേതായ വർക്കുകളുണ്ടായിരിക്കും. ഇപ്പോൾ ഒരാൾ ജീവിച്ചു പോകണമെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ. അതുകൊണ്ടൊക്കെ തന്നെ തോന്നുന്നു വ്യൂസ് കുറയുന്ന ദിവസങ്ങൾ ഇതാണെന്ന് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ ഇനിയും എൻ്റെ ചാനലിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.